കിഴക്കൻ ആഫ്രിക്കയിലെ കെനിയ 5 കോടി ജനങ്ങൾ താമസിക്കുന്ന ഒരു വലിയ രാജ്യമാണ്. എത്യോപ്യയുടെയും ടാൻസാനിയയുടെയും അടുത്താണ് കെനിയയുടെ സ്ഥാനം. കിഴക്ക് ഭാഗത്ത് ഇന്ത്യ മഹാസമുദ്രമാണ്. പണ്ടുകാലത്ത് പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും ഈ രാജ്യം ഭരിച്ചിരുന്നു. 60 വർഷം മുമ്പാണ് കെനിയക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. എങ്കിലും ഇംഗ്ലണ്ടുമായുള്ള നല്ല ബന്ധം തുടരുകയും കോമൺവെൽത്ത് സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. കിഴക്കൻ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ സാമ്പത്തിക വ്യവസ്ഥിതിയാണ് കെനിയയുടേത്. എങ്കിലും അടുത്ത കാലത്തായി വമ്പിച്ച സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെയാണ് ഈ രാജ്യം കടന്നു പോകുന്നത്. കാർഷിക പ്രധാനമായ ഒരു രാജ്യമാണ് കെനിയ. ചായയും കാപ്പിയും ഉൽപ്പാദിപ്പിക്കുന്നു. പൂക്കൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. കൃഷി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രാജ്യത്തിന് വരുമാനം ലഭിക്കുന്നത് ടൂറിസത്തിൽ കൂടിയാണ്. ഫോട്ടോ സഫാരിയാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. 60 നാഷണൽ പാർക്കുകൾ ഈ രാജ്യത്തിലുണ്ട്. കൂടുതൽ ആളുകളും ഇംഗ്ലീഷ് സംസാരിക്കുന്നതുകൊണ്ട് ടൂറിസ്റ്റുകൾക്ക് ഈ രാജ്യത്തിൽ യാത്ര ചെയ്യുവാൻ എളുപ്പമായി അനുഭവപ്പെടുന്നു. 69 പ്രാദേശിക ഭാഷകളും കെനിയയിലുണ്ട്. കെനിയയിൽ ഭൂരിപക്ഷം ആളുകളും ക്രിസ്ത്യാനികളാണ്. 85% ക്രിസ്ത്യാനികളാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ മതം ഇസ്ലാമാണ്. 11% മുസ്ലിങ്ങൾ ഇവിടെയുണ്ട്. 60,000-ഓളം ഹിന്ദുക്കളും കെനിയയിൽ താമസിക്കുന്നു. കെനിയയുടെ തലസ്ഥാനമായ നൈറോബി 44 ലക്ഷം ജനങ്ങൾ താമസിക്കുന്ന ഒരു മഹാനഗരമാണ്. കൂടുതൽ ആളുകളും നൈറോബി വഴിയാണ് വനപ്രദേശങ്ങൾ സന്ദർശിക്കുന്നത്. ബ്രിട്ടീഷുകാർ കെനിയ ഭരിച്ചിരുന്ന കാലത്ത് ധാരാളം വേട്ടക്കാർ ഇവിടെ വരികയും സഫാരി നടത്തുകയും ചെയ്തിട്ടുണ്ട്. അവരിൽ പലരും സ്വാതന്ത്ര്യത്തിന് ശേഷം ഇവിടെ സെറ്റിൽ ചെയ്യുകയും കെനിയൻ പൗരന്മാരായി മാറുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ റെയിൽവേ ജോലിക്ക് കൊണ്ടുവന്ന ഇന്ത്യക്കാർ ഇപ്പോൾ ഇവിടെ പൗരത്വം ലഭിച്ച് നാട്ടുകാരായി മാറിയിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 1800 അടി ഉയരമുള്ള നൈറോബി പട്ടണം തണുപ്പ് കാലത്ത് 9 ഡിഗ്രി വരെ താവുന്ന ഒരു കാലാവസ്ഥയിലാണുള്ളത്. ചൂടുകാലത്ത് 24 ഡിഗ്രി റേഞ്ചിലാണ് ചൂട് ഉയരുക. കൊല്ലം മുഴുവൻ സുഖകരമായ കാലാവസ്ഥയാണ് നൈറോബി നഗരത്തിൽ എന്ന് പറയുന്നതിൽ തെറ്റില്ല. ആഫ്രിക്കയുടെ സഫാരി ക്യാപിറ്റലായി നൈറോബി അറിയപ്പെടുന്നു. വന്യജീവികളെ കാണുന്നതിന് മാത്രമല്ല ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നത്. ഗോൾഫ് കളിക്കുവാനും റഗ്ബി കളിക്കുവാനും പോളോ കളിക്കുവാനും ഹോഴ്സ് റേസിംഗിന് വേണ്ടിയും നൈറോബിയിൽ സഞ്ചാരികൾ വരാറുണ്ട്. നൈറോബി നഗരത്തിലെ ജംഗിൾ ജംഗ്ഷൻ ക്യാമ്പ് ഗ്രൗണ്ട് ഡോർമെട്രി ബെഡുകളും ക്യാമ്പിംഗ് സൈറ്റും നൽകുന്നു. നല്ല അടുക്കളയും ലോണ്ടറി സർവീസും ഇവിടെയുണ്ട്. സ്വന്തം വാഹനത്തിൽ വരുന്നവർക്കുള്ള വർക്ക്ഷോപ്പും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ നൈറോബിയിലെ വൈൽഡ് ബീസ്റ്റ് ക്യാമ്പ് നല്ല വൃത്തിയുള്ള ഡോർമെട്രികളും ക്യാമ്പിംഗ് സൈറ്റും നൽകുന്നു. കോമൺ ഏരിയയിൽ ടെലിവിഷനും റെസ്റ്റോറൻറ്റുമുണ്ട്. 2000 രൂപ നിരക്കിൽ ക്യാമ്പിങ്ങും 6000 രൂപ നിരക്കിൽ സിംഗിൾ റൂമുകളും ഇവിടെ നൽകുന്നു. നൈറോബിയിലെ ജിറാഫ് മാനർ ഒരു പഴയ NGO ഓഫീസ് കൺവേർട്ട് ചെയ്ത ഹോട്ടലാണ്. 140 ഏക്കർ പരന്നു കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. ഇവിടെ നിന്നും ജിറാഫുകൾക്ക് തീറ്റ കൊടുക്കുവാൻ ടൂറിസ്റ്റുകളെ അനുവദിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും 2ാം നിലയിൽ നിന്നാണ് തീറ്റ കൊടുക്കുവാൻ എളുപ്പമുള്ളത്. നൈറോബിയിലെ ഏറ്റവും വലിയ 2ാമത്തെ നഗരമായ മൊംബാസയിൽ 12 ലക്ഷം ജനങ്ങൾ താമസിക്കുന്നു. ഒരു തുറമുഖ നഗരമാണ് മൊംബാസ. ചൂടുള്ള കാലാവസ്ഥ യൂറോപ്യൻസിനെ മൊംബാസയിലേക്ക് ആകർഷിക്കുന്നു. ഇന്ത്യ മഹാസമുദ്രത്തോട് ചേർന്നാണ് മൊംബാസ നഗരം പണിതിട്ടുള്ളത്. പൗരാണിക പ്രാധാന്യമുള്ള ഒരു നഗരമായതുകൊണ്ട് ടൂറിസ്റ്റുകൾക്ക് അനേകം കാഴ്ചകൾ മൊംബാസ നഗരം ഒരുക്കി വെച്ചിട്ടുണ്ട്. പണ്ടുകാലത്ത് പോർച്ചുഗീസുകാരും അറബികളും ബ്രിട്ടീഷുകാരും മൊംബാസ നഗരം ഭരിച്ചിരുന്നു. അതുകൊണ്ട് വ്യത്യസ്തമായ ഭക്ഷണ വിഭവങ്ങളും മൊംബാസയിൽ ലഭ്യമാണ്. ടാമറിൻ മൊംബാസ റെസ്റ്റോറൻറ്റ് മികച്ച സീ ഫുഡിന് പേരെടുത്തിട്ടുണ്ട്. രാത്രിയിൽ പലതരത്തിലുള്ള വിനോദോപാധികളും ഇവർ ഒരുക്കാറുണ്ട്. ഇവിടെ റിസർവേഷൻ ഇല്ലാതെ മുറി കിട്ടാൻ പ്രയാസമാണ്.